നമസ്കാരം. കേരളത്തിൽ സീറ്റ് ലഭിച്ചാൽ ആ മണ്ഡലത്തിൽ വികസനത്തിന്റെ ചാകരയാകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിലെ ബി.ജെ.പി. കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ സുരേഷ് ഗോപി തൃശൂർ എടുത്തെങ്കിലും കേരളം മുഴുവൻ സമസ്ത മേഖലകളിലും വികസനം ഉണ്ടാകുമെന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യപടിയായി മത്സ്യത്തൊഴിലാളികൾ വിവിധ കാരണങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യബന്ധനത്തിന് ഏറെ അപകടകരമായ അഞ്ചുതെങ്ങ് മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും കേൾക്കുന്നതിനും അദ്ദേഹം മുതലപ്പൊഴി സന്ദർശിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വി മുരളീധരനും കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘവും മന്ത്രിയെ അനുഗമിച്ചു. ഇന്നലെ പകൽ 11 മണിയോടെയാണ് മന്ത്രിയും സംഘവും അഞ്ചുതെങ്ങ് മുതലപ്പൊഴി ഹാർബറിൽ എത്തിയത്. മുതലപ്പൊഴിയിൽ തുടരെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായി. ഈ ദയനീയാവസ്ഥ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ വി മുരളീധരൻ കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മൂന്നാം മോദി മന്ത്രിസഭയിലെ ഫിഷറീസ് വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രി ജോർജ് കുര്യൻ ചുമതലയേറ്റയുടൻ മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും കൊണ്ടുവന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ഹാർബറിലെത്തിയത്. മന്ത്രി ഏറെ നേരം അവിടെ ചെലവിടുകയും മത്സ്യത്തൊഴിലാളികളോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പ്രാദേശിക നേതാക്കളും മന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പുലിമുട്ട് മൂലമുള്ള ബുദ്ധിമുട്ടുകളും മണൽ കൊണ്ടുണ്ടാകുന്ന ദുരിതവും ഓരോ സ്ഥലവും ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് മന്ത്രിയും സംഘവും പരാതികൾ കേൾക്കുന്നതിന് ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലും എത്തി. മുൻകൂട്ടി അറിയിച്ചതനുസരിച്ച് എത്തിയ ജനപ്രതിനിധികളും തൊഴിലാളികളും പൗരപ്രമുഖരുമായി ആശയവിനിമയം നടത്തുകയും പരാതികൾ കേൾക്കുകയും രേഖാമൂലമുള്ള പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു. ഫാദർ ലൂസിയാൻ തോമസ് അടക്കം തീരപ്രദേശത്തെ സഭാ പ്രതിനിധികളുടെ വലിയ പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നു. മുഴുവൻ പരാതികളും ഏറെ സമയം ചെലവിട്ട് മന്ത്രിയും സംഘവും കേട്ടു. സംസ്ഥാന സർക്കാർ 1 മാസത്തിനകം DPR തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതനുസരിച്ച് മുതലപ്പൊഴിയിൽ ശാശ്വത പരിഹാരത്തിന് തീവ്ര നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനുള്ള തീവ്ര ശ്രമം നടത്തുന്ന മന്ത്രിയുടെ ഇടപെടലുകൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ അവിടെ രാപ്പകൽ സമരം നടത്തി വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് ആ ശ്രമം പരാജയപ്പെടുത്തി. ഇത് ചെറിയ ഉന്തിലും തള്ളിലും കലാശിച്ചു. മന്ത്രി പോയതിനു ശേഷം യോഗം നടന്ന കാര്യാലയത്തിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു പോവുകയായിരുന്നു. തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാര പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു തുടക്കം മാത്രമായിരിക്കും. കോൺഗ്രസ് കൈയടക്കി വെച്ചിരിക്കുന്ന തീരദേശ വോട്ടുകൾ ചോരുന്നത് തടയുക എന്ന ലക്ഷ്യവുമായാണ് തീരദേശ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുകൾക്ക് തടസ്സമൊരുക്കുന്നതെന്ന് വ്യക്തമാണ്.